ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൻ്റെ നല്ല സമയത്ത് ഹോപ്പ് ടി വിയിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ തക്കോണം ദൈവം എന്നെ സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിശ്വാസത്തിൻ്റെ ഫലങ്ങളെന്ന ഭാഗമാണ്. അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ, വിജയകരമായ ജീവിതം എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വിജയകരമായ ജീവിതം എങ്ങനെ ഒരു വിശ്വാസിക്ക് വിശ്വാസ ജീവിതത്തിൽ വിജയകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ തക്കോണം സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിങ്ങളളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിനായി, നല്ല സമയത്തിനായി സ്തോത്രം. നൽകി തന്നിരിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അടിയനെ ശക്തീകരിക്കണം, അടിയൻ്റെ നാവിനെ ശക്തീകരിക്കണം. കേൾവിക്കാരായിരിക്കുന്ന ഓരോ പ്രിയമക്കളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാണമേ. അടിയങ്ങൾ ചോദിച്ച കുറവാണെങ്കിലും ധാരാളം നന്മകൾ നിറയ്ക്കണം. സകലവും തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരമാണ് വിജയകരമായിട്ടുള്ള ജീവിതം ഒരു വ്യക്തിക്ക് നയിക്കാൻ തക്കവണ്ണം സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വിശ്വാസ ജീവിതത്തിൽ നാളെ എന്നൊരു വാക്കില്ല. വിശ്വാസ ജീവിതത്തിൽ നാളെ എന്നൊരു വാക്കില്ല. വിശ്വാസത്തിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് ഇന്നാണ്. ഇന്നാണ് നമ്മൾ വിജയകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അത് നാളെ എന്നൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം വിശ്വാസ ജീവിതത്തിൽ അത്ര നല്ലതല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇന്ന്, ഇപ്പോഴാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇന്നാണ് രക്ഷാദിവസം, ഇപ്പോഴാണ് സുപ്രസാദകാലം എന്ന് വചനം പറയുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ഇന്നാണ് സംഭവിക്കേണ്ടത് എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. ഒന്നുകൂടെ വായിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും എങ്കിൽ നമ്മൾ ഏറ്റവും പരമപ്രധാനമായി മനസ്സിൽ വെക്കേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തെ ജയിക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കും എന്നുള്ളത് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. വളരെ ശക്തമായിട്ട് തന്നെ വചനം നമ്മളെ സൂചിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മെ ബോധിപ്പിച്ച് തരുന്നത് ലോകത്തെ ജയിക്കാൻ തക്കോണം നമുക്ക് സാധിക്കും. എങ്ങനെ? ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ മാത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. തീർച്ചയായിട്ടും നമ്മളുടെ വിശ്വാസം മുഖാന്തരം ഈ ലോകത്തെ ജയിക്കാൻ തക്കോണം നമുക്ക് സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ച് പറയുന്നത് 29-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം പറയുന്നത്. 29-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം അവിടെ പ്രകാരം പറയുന്നു: യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. എന്തിനു വേണ്ടി ശക്തി നൽകും? എന്തിനു വേണ്ടി ശക്തി നൽകും? ഈ ലോകത്തെ ജയിക്കുന്നതിന് വേണ്ടി, ഈ ലോകത്തെ ജയിച്ച് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തി ദൈവത്തിൻ്റെ ജനത്തിന് യഹോവ നൽകി തന്ന് അനുഗ്രഹിക്കും എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. പക്ഷേ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തോറ്റുപോയി, ഞാൻ പതറിപ്പോയി, ഞാൻ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് പല തടസ്സങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരും. ആ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് തടസ്സം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വിശ്വാസം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ലോകപരമായിട്ടുള്ള ചിന്തയിലേക്ക്, ലോകപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നു. ഒരു ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളായിട്ട് വിശ്വാസം ഒന്ന് ശോധന ചെയ്തു പോയാൽ, അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് അതിലൊരു പരീക്ഷണം വന്നു പോയാൽ, ഒരു പ്രയാസം വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വിശ്വാസം പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ലോകപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം തന്നെ ഞാൻ ഉദാഹരണമായി പറയാം. കാരണം
എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനേകം സുഹൃത്തുക്കളുണ്ട്. എൻ്റെ സുഹൃത്തുക്കളിൽ പലരും ഡോക്ടർമാരായിട്ടുള്ളവരുണ്ട്, വക്കീലുമാരായിട്ടുള്ളവരുണ്ട്, എഞ്ചിനീയർമാരായിട്ടുള്ളവരുണ്ട്, അനേകം സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ബിസിനസ്സുകാരുണ്ട്. ഇവരെല്ലാവരുടെയും മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, നീ ഇത്രയും പഠിച്ചിട്ട് പാസ്റ്റർ വരെ ആയിട്ടുള്ളൂ. അവരുടെ മുമ്പിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം എന്താണ് എന്ന് അവർക്കറിയില്ല എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള സത്യം. ഈ ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി ഞാൻ പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയില്ല. കാരണം എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ആരെല്ലാം പതറിപ്പോയാലും, എൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിൽ പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം ദൈവം എന്നെ ശീലിപ്പിച്ചു എന്നുള്ളത് എനിക്ക് പറയാൻ തക്കവണ്ണം സാധിക്കുന്നു. അത് വേറൊരു വ്യക്തിയിലും എനിക്ക് കാണാൻ തക്കവണ്ണം സാധിച്ചില്ല. എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ വേറൊരു വ്യക്തിയിലും എനിക്ക് കാണാൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വിജയകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് ആഗ്രഹമുള്ള ഓരോ വ്യക്തികളും എന്തു ചെയ്യണം? ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകണം. നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകണം. അതുപോലെ തന്നെ നമ്മളുടെ ദൈവം, യഹോവയായ ദൈവം നമുക്കതിന് ശക്തി നൽകും എന്ന് പൂർണ്ണമായും വിശ്വസിക്കേണ്ടതാകുന്നു. ഇവിടെ പറയുന്നത്, ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. എൻ്റെ ദൈവം എന്നെ താങ്ങും, എൻ്റെ ദൈവം എന്നെ വഴി നടത്തും, എൻ്റെ ദൈവം എന്നെ കരുതും, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇനി ഇവിടെ പറയുന്നത്, നാം ദൈവത്തിൻ്റെ ഉദ്ദേശം അറിയുകയും അതിനനുസരിച്ച് ഒരു ജീവിതം നയിക്കുകയും വേണം. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നാം ആയിരിക്കുന്ന നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ദൈവ ഉദ്ദേശം, എന്നിൽ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം, ബുദ്ധി നമ്മൾ നേടിയെടുക്കണം. അത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഉദ്ദേശം അറിഞ്ഞുകൊണ്ട് എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും നാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു വിജയകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ തക്കവണ്ണം നാം ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിൽ നിറവേറുന്നതിനായി നാം എന്തു ചെയ്യുക? ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇനി ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ നാം ജയിക്കുന്നു. ഇത് നമ്മുടെ പുസ്തക പരിധിയിലുടനീളം ഉൾക്കൊള്ളുന്നു. അതായത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, അതായത് ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ നാം ജയിക്കുന്നു. 2000 പരം വർഷങ്ങൾക്ക് മുന്നേ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്ന ആ വലിയ രക്തത്താൽ നമ്മൾ ജയം പ്രാപിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഉടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു, ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ നാം ജയം പ്രാപിക്കും. ആ രക്തത്താൽ നമ്മളെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ രക്തത്താൽ നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ രക്തത്താൽ നമ്മളെ നീതീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം എപ്പോഴും ഒരുക്കമാണ്. പക്ഷേ നമ്മളുടെ ഹൃദയങ്ങളെ, നമ്മളുടെ ജീവിതങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ, നമ്മളിൽ പ്രവർത്തിക്കാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശം അനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നാം ദൈവത്തെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വാഹനം നിയന്ത്രിക്കുന്ന ഡ്രൈവർ, ആ ഡ്രൈവറാണ് ആ വാഹനം ഏത് ദിശയിലേക്ക് പോകണം എന്ന് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതമാകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നാം എപ്പോഴും ദൈവത്തെ, ക്രിസ്തുവിനെ ആ സീറ്റിൽ ഇരുത്താൻ നമ്മൾ ഒരുക്കമാകണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ദൈവത്തിന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊള്ളാം, ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം, ഞാൻ എൻ്റെ പ്രവൃത്തിയാലും എൻ്റേതായിട്ടുള്ള എല്ലാ കഴിവുകളാലും ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചു കൊള്ളാം എന്നൊരു തീരുമാനമാണ് നാം എടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതം ഒരു വിജയകരമായിട്ട് ജീവിച്ച് തീർക്കാൻ തക്കവണ്ണം സാധിക്കില്ല. എപ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് എപ്പോഴും ആരുടെ കയ്യിലായിരിക്കണം? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കാൻ തക്കവണ്ണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റിയറിംഗ് ഏറ്റവും നല്ല രീതിയിൽ, നല്ല ദിശയിലേക്ക് തിരിക്കാൻ തക്കോണം ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, വിജയകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ തക്കോണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ ഒരവസരം നമ്മൾ കൊടുക്കുക.
ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ആ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവത്തെ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പറയുന്നത്, നാം വിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരായതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും അനുഭവവും നമുക്കുണ്ടായിരിക്കണം. നാം വിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ് എന്ന് ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തു ആരാണ്, ക്രിസ്തു എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് നാം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മളൊരു വാഹനം ഓടിക്കാൻ ഒരു ഡ്രൈവറെ നമ്മളാക്കി, നമ്മൾ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്, നമ്മളൊരു ഡ്രൈവറെ ആക്കിയിട്ടാണ് നമ്മൾ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ ഡ്രൈവർ ഏതെല്ലാം രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ആ ഡ്രൈവറെക്കുറിച്ച്, അവൻ ഡ്രൈവിങ്ങിനെക്കുറിച്ച് എല്ലാം നമുക്കൊരു അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്രിസ്തുവിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്താൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ആരാണ്, എങ്ങനെയാണ് ക്രിസ്തു നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് ക്രിസ്തു നമ്മളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ആഴമായിട്ടുള്ളൊരു അറിവ് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ആ അറിവ് ഉണ്ടാകുന്നതിന് വേണ്ടി വിശുദ്ധ വചനം എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വചനത്തിലൂടെ മാത്രമേ ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്താണെന്നും എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം ഞാൻ വായിക്കുന്നില്ല, എന്നിരുന്നാലും അത് വായിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്തു എങ്ങനെയാണ് നമ്മളുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. ഇനി വിജയകരമായിട്ടുള്ളൊരു ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നാം വീണ്ടും ജനനം സ്വീകരിച്ചു എന്നുള്ളതിലാണ്. വീണ്ടും ജനിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, വിജയകരമായിട്ടുള്ളൊരു ജീവിതം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ജനിക്കുക. എങ്ങനെയാണ് വീണ്ടും ജനിക്കുക? നമ്മളുടെ പഴയ മനുഷ്യനെ, അല്ലെങ്കിൽ നമ്മളുടെ പഴയ സ്വഭാവമുള്ള ആ മനുഷ്യനെ വെള്ളമാകുന്ന കല്ലറയിൽ അടക്കം ചെയ്ത് ക്രിസ്തുവിനോടൊപ്പം ഒരു പുതിയ മനുഷ്യനായി നമുക്ക് വീണ്ടും ജനിക്കാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ നമുക്ക് വീണ്ടും ജനിക്കാൻ തക്കവണ്ണം സാധിക്കും. വെള്ളമാകുന്ന കല്ലറയിൽ നമ്മളുടെ പാപിയായ ആ മനുഷ്യനെ അടക്കം ചെയ്ത് ക്രിസ്തുവിനോട് കൂടി ഒരു പുതിയ മനുഷ്യനായി നമുക്ക് വീണ്ടും ജനിക്കാൻ തക്കവണ്ണം സാധിക്കും. ഒരു വ്യക്തി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത്? ഞാൻ ഇത്രയും പ്രായമായ ഒരു വ്യക്തി വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് വീണ്ടും ജനിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു പറയുന്ന ഉത്തരമാണത്. നിനക്ക് വീണ്ടും ജനിക്കാൻ തക്കവണ്ണം സാധിക്കും. വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ വീണ്ടും ജനിക്കാതെ നമുക്ക് ആ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കില്ല. ഒരു വിജയകരമായ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും ജനനത്തിലാണ്. വീണ്ടും ജനിക്കുക. എൻ്റെ പഴയ സ്വഭാവങ്ങളെ കളഞ്ഞുകൊണ്ട്, എൻ്റെ പഴയ എല്ലാ സ്വഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, എൻ്റെ സ്വഭാവങ്ങൾ, ചീത്ത സ്വഭാവങ്ങളുണ്ട്, എൻ്റെ പെരുമാറ്റത്തിൽ മോശം സ്വഭാവങ്ങളുണ്ട്, എൻ്റെ സംസാരത്തിൽ മോശമായിട്ടുള്ള രീതികളുണ്ട്, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ എന്താണോ ക്രിസ്തു എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഞാൻ ഒരുങ്ങിയെങ്കിൽ മാത്രമേ വിജയകരമായിട്ടുള്ളൊരു ജീവിതം എനിക്ക് നയിക്കാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതല്ലാത്ത പക്ഷം ഒരിക്കലും വിജയകരമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണം സാധിക്കില്ല എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ ലോകത്ത് എല്ലാവരെയും നമ്മൾ എടുത്തു നോക്കിയാൽ, ആരെ നോക്കിയാലും വിജയിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തി പോലുമില്ല. വിജയിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലുമില്ല. എല്ലാവരും വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് തന്നെ ദൈവം പറയുന്നു, നിങ്ങൾ വിജയിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തെ ജയിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഇതിൻ്റെ കെട്ടുപാടുകളെ ജയിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഈ ലോകത്തുണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം അതിജീവിച്ച് നമ്മളുടെ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരാറുണ്ടാവാം. നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നിന്നായിരിക്കാം, മറ്റേതെല്ലാം മേഖലകളിൽ നിന്നായിരിക്കാം.
അങ്ങനെ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ വരുമ്പോൾ ജീവിത വിജയത്തിൽ അല്ലെങ്കിൽ ജീവിതയാത്രയിൽ നമ്മൾ തളർന്നു പോകുന്നവരാവരുത്. അങ്ങനെ തളർന്നു പോകുന്നവരായാൽ ദൈവം പറയുന്നത് നിങ്ങൾക്ക് ജീവിച്ച് വിജയിക്കാൻ സാധിക്കില്ല. ആ തളർന്നു പോയി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ദൈവം പറയുന്നു, നീ എന്ത് ചെയ്യുക? നിൻ്റെ ജീവിതമാകുന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ദൈവത്തിന് ഒരു സ്ഥാനം കൊടുക്കുക. നിൻ്റെ ദൈവം നിന്നെ എന്ത് ചെയ്യും? നല്ല പാതയിലേക്ക് നയിച്ചു കൊണ്ടുപോകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വിജയകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ജനനത്തിലൂടെ അതുപോലെ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ അവസരം കൊടുത്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്നു കൊണ്ട് എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണം നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ പൂർവ്വപിതാക്കന്മാരും നമ്മളുടെ പ്രവാചകന്മാരും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഉദാഹരണം, അബ്രഹാമിൻ്റെ ജീവിതം എടുത്താൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാം ഏത് രീതിയിലുള്ള ആളായിരുന്നു നമുക്കറിയാം. അബ്രഹാം വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അബ്രഹാമെ നീ പോക എന്ന് പറഞ്ഞപ്പോൾ അയക്കുന്ന സ്ഥലം ഏതാണെന്നും എന്തിനാണ് പോകുന്നതെന്ന് പോലും തിരിച്ചു ചോദിക്കാതെ അബ്രഹാം എന്ത് ചെയ്തു? പുറപ്പെട്ടു പോയി. അതിൻ്റെ ഫലമായിട്ട് വിശ്വാസികളുടെ പിതാവെന്നും ദൈവത്തിൻ്റെ സ്നേഹിതനെന്നും വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അബ്രഹാമിനിടയായി. മക്കളില്ലാതിരുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ ദാനമായി തരും, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരും. അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിൽ, സാറായിക്ക് 90 വയസ്സുള്ളപ്പോൾ അബ്രഹാമിന് ഇസഹാക്കിനെ ദൈവം കൊടുക്കുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അബ്രഹാമിൻ്റെ ആ പ്രായമായ സാഹചര്യങ്ങളിൽ, ആ ഒരു സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ അബ്രഹാം മറ്റുള്ളവരിൽ നിന്ന് എന്തെല്ലാം വഴികൾ കേട്ടിട്ടുണ്ടാവാം. നീ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് നിനക്കൊരു കുഞ്ഞില്ലല്ലോ, നീ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് നിനക്കൊരു തലമുറയില്ലല്ലോ എന്നെല്ലാം അനേകർ അബ്രഹാമിനെ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടാവാം. അബ്രഹാമിനെ പല രീതിയിലും പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടാവാം. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു, നിൻ്റെ സന്തതിയെ ഞാൻ എന്തു ചെയ്യും? കടപ്പുറത്തെ മണൽ പോലെ ആക്കും എന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്ത പ്രകാരം അബ്രഹാം ആ വാഗ്ദത്തത്തെ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അബ്രഹാമിനെ ജീവിച്ച് വിജയിക്കാൻ തക്കവണ്ണം സഹായിച്ചത്. അതുകൊണ്ട് തന്നെ അബ്രഹാം എന്ത് ചെയ്തു? ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ഉറച്ച് വിശ്വസിച്ചു. അവസാനം സാറ പോലും എന്ത് ചെയ്തു? ചിരിച്ചു തള്ളി. ഇത്രയും പ്രായമായ എനിക്ക് ഇനി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ 90-ാമത്തെ വയസ്സിൽ സാറ എന്ത് ചെയ്തു? ഒരു കുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ ഇസഹാക്ക് ഈ ഭൂമിയിൽ ജനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. പിന്നീടും പല അവസരങ്ങളിൽ തൻ്റെ വിശ്വാസത്തെ ശോധന ചെയ്തുകൊണ്ട് പല പ്രയാസങ്ങളിലൂടെ അബ്രഹാം കടന്നു പോയപ്പോഴും അവിടെയെല്ലാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ തക്കവണ്ണം അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടു. ഇന്ന് മാതാപിതാക്കളായിരിക്കുന്ന നമ്മൾ ആരെങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ യാഗം കഴിക്കാൻ തക്കവണ്ണം ഒരുക്കമാകുമോ? ഈവൻ ദൈവം നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പറയും അത് ഫേക്കാണെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ അങ്ങനെ ബലി കൊടുക്കാനോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുവാനോ നമ്മൾ ഒരുക്കമല്ല. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതം നേരെ വിപരീതമായിരുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ മോറിയ മലയിൽ പോയിട്ട് നീ എന്ത് ചെയ്യണം? നീ നിൻ്റെ മകനെ എനിക്ക് യാഗം നൽകണം എന്ന് പറഞ്ഞു. അബ്രഹാം തൻ്റെ മകനെയും കൂട്ടിപ്പോയി ആ മലയുടെ മുകളിലേക്ക് കയറുന്ന സമയം. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം യൗവനക്കാരനായ മകനാണ്. ആ മകനറിയാം അവനെയാണ് യാഗം കഴിക്കാൻ പോകുന്നതെന്ന്. അവൻ പോകുന്ന വഴി ചോദിക്കുന്നു, അപ്പ കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്, കെട്ടുവാനുള്ള കയറുണ്ട്, യാഗവസ്തു എവിടെ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം തൻ്റെ മകനോട് പറയുന്നു, തൻ്റെ പ്രിയ മകനോട് തന്നെ പറയുന്നു, ആ വാർദ്ധക്യകാലത്ത് തനിക്കുണ്ടായ തൻ്റെ ഓമന മകനോട് അബ്രഹാം പറയുവാണ്, അത് ദൈവം കരുതിക്കുള്ളൂ മകനെ. അങ്ങനെ ആ മകനെയും കൊണ്ട് മലയുടെ മുകളിൽ പോകുന്നു. അവൻ്റെ കൈകാലുകൾ ബന്ധിക്കുന്നു, വിറകുകൾ അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ കയറ്റി കിടത്തുന്നു. ഈ കിടത്തുമ്പോഴെല്ലാം ഇസഹാക്ക് എന്ന യൗവനക്കാരനായ ആ യൗവനക്കാരന് അവനറിയാം എന്താണ് താനാണ് യാഗവസ്തു എന്ന്. അവന് ബലം പ്രയോഗിച്ച് അവിടുന്ന് കുതിരി ഓടാം. അത്രയും പ്രായമുള്ളൊരു തൻ്റെ അപ്പനെ തള്ളിക്കളഞ്ഞിട്ട് അവന് വേണമെങ്കിൽ ഓടാം. പക്ഷേ ഇസഹാക്കും എന്ത് ചെയ്തു? അനുസരണയുള്ളവനായി തൻ്റെ അപ്പന് കീഴ്പ്പെട്ട് അവനാണ് യാഗവസ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപ്പന് കീഴ്പ്പെട്ട് അവനിരുന്നു. അബ്രഹാമിന് ദൈവത്തിൻ്റെ ഉദ്ദേശം അറിയാമായിരുന്നു. അവൻ ആ ഉദ്ദേശത്തിന് കീഴ്പ്പെട്ടു. ദൈവത്തിന് പ്രവർത്തിക്കാൻ തൻ്റെ ജീവിതത്തെ അബ്രഹാം വിട്ടുകൊടുത്തു. ആ ഒരവസ്ഥയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് വേണ്ടത്.
സ്വന്തം മകനെ ബലി നൽകാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ആ മകനെ കൊണ്ട് മലയുടെ മുകളിലേക്ക് കയറിപ്പോയ അബ്രഹാമിൻ്റെ വിശ്വാസമാണ് ആ ജീവിത വിജയത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അബ്രഹാം ജീവിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ആ ജീവിതം വിജയകരമായിട്ട് ജീവിച്ചു തീർത്തു. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ പോലും ഒരണുവിട പോലും പതറാതെ, ഒരണുവിട പോലും വേണ്ട എന്ന് പറയാതെ, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാനത് ചെയ്യും എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോയി. തൻ്റെ 2 കൈകളും കാലുകളും ബന്ധിച്ച് യാഗവസ്തുവായി വിറകിന് മുകളിൽ കയറ്റി അപ്പൻ കത്തി ഓങ്ങുമ്പോൾ പോലും ആ അപ്പന് കീഴ്പ്പെട്ടിരുന്ന യൗവനക്കാരനായ ഇസഹാക്ക്. ചിന്തിച്ചു നോക്കുക, ആ ഒരു വിശ്വാസമാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിജയകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ നമ്മൾ കീഴ്പ്പെടുത്തി കൊടുത്താൽ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ ജീവിതത്തെ നമ്മൾ വെച്ചു കൊടുത്താൽ, നമ്മളുടെ ജീവിതത്തിലും അതിശയകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള വൻ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. ഇന്ന് ജീവിച്ച് വിജയിച്ചിട്ടില്ല എന്ന് തോന്നി ക്ഷീണിച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒന്നോർത്ത് കൊള്ളുക, അത്ഭുതകരമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വിജയകരമായിട്ട് ജീവിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഏതെങ്കിലും പ്രയാസത്തിൽ തട്ടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടറി നിൽക്കുകയാണെങ്കിൽ, ഒന്ന് ഓർത്തുകൊള്ളുക, ദൈവം പറയുന്നു, എന്താണ് പറയുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഈ ലോകത്തെ ജയിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ജീവിത വിജയം നേടാൻ സാധിക്കാതെ പതറി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചോളുക, നിങ്ങളെ താങ്ങുവാനും നിങ്ങളെ കരുതുവാനും നിങ്ങളെ പരിപാലിക്കുവാനും നിങ്ങളെ സ്നേഹിക്കുവാനും തക്കവണ്ണം ദൈവം തൻ്റെ വലിയ കരങ്ങൾ നീട്ടി ഒരുങ്ങി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന് എൻ്റെ വചനം കേൾക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം, എന്നിൽ എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവിതമാകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ദൈവത്തിനെ ഇരുത്തുവാൻ തക്കവണ്ണം ഞാൻ ഒരുക്കമാണ് എങ്കിൽ, എൻ്റെ ജീവിതം ഏറ്റവും മനോഹരമായിട്ടുള്ള ആ കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കമാണ്. ഇന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കമാണ്. പക്ഷേ നമ്മളുടെ ജീവിതങ്ങളെ നാം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. നമ്മളുടെ ജീവിതങ്ങളെ ആ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവത്തിന് നാം ഒരു അവസരം കൊടുക്കണം. മനസ്സിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കാതെ, ദൈവത്തിന് മുന്നിൽ കൊട്ടിയടയ്ക്കാതെ, ആ ഹൃദയത്തിൻ്റെ വാതിലുകൾ ദൈവത്തിന് മുന്നിൽ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ഒരവസരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദാനമായി കൊടുക്കുക. നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. ആ അവസരം കൊടുക്കുമ്പോൾ വലിയ കാര്യങ്ങളെ, വൻ കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. അനേകം വൻ കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. അങ്ങനെ വൻ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ഇന്ന് നമ്മളെ തള്ളിപ്പറയുന്നവരും ഇന്ന് നമ്മളെ പള്ളു പറയുന്നവരും ഇന്ന് നമ്മളെ പഴി പറയുന്നവരും എല്ലാം നമുക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. അതിന് യാതൊരു സംശയമില്ല. ഇന്ന് നമ്മളെ പള്ളു പറയുന്നവർ, ഇന്ന് നമ്മളെ പഴി പറയുന്നവർ എല്ലാം ഈ ദൈവത്തിൻ്റെ പ്രവർത്തനം കണ്ട് നാളെ നമുക്ക് വേണ്ടി കൈയടിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം പതറി നിൽക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ജീവിതയാത്രയിൽ, ജീവിതമാകുന്ന പാതയിൽ നിങ്ങൾ പതറി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ അത്രത്തോളം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് എങ്കിൽ, നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു. ഈ ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വിജയകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഇന്ന് നമ്മൾ ശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുക. അതുപോലെ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ അവസരങ്ങൾ കൊടുക്കുക. ഇങ്ങനെ അവസരങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും വൻ കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.